നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയമാണിത്, വിശേഷിച്ച് കേരളത്തിലെ ആളുകളിൽ. പ്രമേഹ രോഗം നമ്മുടെ മിക്കവാറും എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ തകരാറിലാക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഹൃദയം, വൃക്കകൾ, കണ്ണ് ഇവയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അവഗണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാദങ്ങൾ. പ്രമേഹവും പാദ സംരക്ഷണവും വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പ്രമേഹം കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പാദങ്ങൾക്ക് ഉണ്ടാകുന്നത്, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ SP ഫോർട്ട് ഹോസ്പിറ്റലിലെ ഡയബറ്റിക് ഫുഡ് കെയർ വിഭാഗം ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ S. അജിത് കുമാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം പ്രമേഹ രോഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരുമാതിരി കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെ പറയാം. എങ്കിലും പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രമേഹ രോഗം ഇങ്ങനെ കൂടുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു, അല്ലേ? പ്രമേഹ രോഗത്തിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും അതൊരു ജീവിതശൈലി രോഗത്തിലാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രമേഹം വരുന്നതും വരാതിരിക്കുന്നതിലും നമ്മൾ ഈ ജനറ്റിക് ആയിട്ടുള്ള ചില കാരണങ്ങളും പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് എന്തുകൊണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇപ്പോഴും നോക്കുമ്പോൾ എന്തുകൊണ്ട് പ്രമേഹം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പഠനങ്ങളിലെല്ലാം കണ്ടുവരുന്നത്. അപ്പം നമ്മൾ പ്രമേഹം എന്ന രോഗിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 mg/dL മുകളിലും 2 മണിക്കൂർ ആഹാരം കഴിച്ചിട്ടുള്ള PPBS എന്ന് പറയുന്ന 200 മുകളിലും, അല്ലെങ്കിൽ HbA1c നമ്മുടെ 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ 6.5% മുകളിലാണെങ്കിലാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ഈ പ്രമേഹത്തിൻ്റെ പ്രധാന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രമേഹം നമ്മുടെ ശരീരത്തിലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അവയവങ്ങളെയും നമ്മൾ ബാധിക്കുന്നുണ്ട്. അതിന് 2 സ്റ്റേജ്, നമ്മൾ മൈക്രോ ആൻജിയോപ്പതി അല്ലെങ്കിൽ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നതും വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന രീതിയിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ വരുന്നത് വൃക്കകൾ, അതുപോലെ തന്നെ നമ്മുടെ പാദത്തിൽ വരുന്നത് റെറ്റിനെ ബാധിക്കുന്നത്. അപ്പം നമ്മൾ പ്രമേഹം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് വെച്ചാൽ, പ്രമേഹം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാലും ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ, അതായത് ഒരു 3 മുതൽ 5 വർഷങ്ങളിൽ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ അതിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സിക്കുന്നില്ല. ഇതുമൂലം ഈ വരുന്ന ഡാമേജ് ആൾറെഡി ഈ വൃക്കയും നമ്മുടെ റെറ്റിനെയും പാദത്തിലും വരികയും പിന്നെ അത് നമുക്ക് ചികിത്സിച്ച് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് മാറുകയും അവിടെ നിന്നും ഒരു കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഡയബറ്റിക് ഫുഡ്? ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമേഹം മൂലം പ്രമേഹ രോഗികളിൽ പാദത്തിൽ വരുന്ന ഏതൊരു തരത്തിലുള്ള ഡാമേജും, അത് മുറിവായിരിക്കാം, അല്ലെങ്കിൽ കാലസ് കട്ടിയുള്ള അതിൻ്റെ ഫോർമേഷൻ ആയിരിക്കാം, ന്യൂറോപ്പതി. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഡയബറ്റിക് ഫുഡ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പം പ്രധാനമായിട്ടും ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് കാലപ്പഴക്കം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുകയും നമ്മൾ 2-3 തരത്തിൽ, അതായത് മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ്. ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് രോഗികൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാദം ഇങ്ങനെ ചെറുതായിട്ട് ടോസ് ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ അത് നമ്മൾ മോട്ടോർ ന്യൂറോപ്പതി, മസിൽസിൻ്റെ വീക്ക്നെസ് ഉണ്ട്. 2 സെൻസറി ന്യൂറോപ്പതി. സെൻസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ അടിഭാഗത്തുള്ള കോശങ്ങളിലെയും ഈ സെക്രീഷൻസ് ഉണ്ട്, നമ്മുടെ സെബേഷ്യസ് അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻസ്, ഇതിൻ്റെ സെക്രീഷൻസ് കുറയുന്നതുകൊണ്ട് നമ്മുടെ സ്പർശനശേഷി വരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രമേഹ രോഗികൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ മിഡ് ഫുട്ടിന് താഴോട്ട്, ലെഗിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് കാണത്തില്ല. അപ്പോൾ ഈ സെൻസറിയും ഈ മോട്ടോറും ആയിട്ടുള്ള ന്യൂറോപ്പതി, മസിൽസിനെയും ഈ ഗ്ലാൻസിനെയും ബാധിക്കുന്ന ന്യൂറോപ്പതി മൂലം സ്പർശനശേഷി കുറയുന്നു, നമ്മുടെ മസിൽസിൻ്റെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്തു. അതുകൊണ്ട് കാലിലെ ഡീഫോമിറ്റീസ് വരുന്നത് കൂടെ പ്രഷർ പോയിൻറ്റ്സ് വരും. അപ്പം ഈ പ്രഷർ പോയിൻറ്റ്സ് കൊണ്ട് നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പാദസംരക്ഷണം ചെയ്യാതെ നടക്കുമ്പോൾ ഈ ചെറിയ കാലിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ വശങ്ങളിൽ വരുന്ന കല്ലിപ്പിനടിയിൽ ഒരു വ്രണം രൂപപ്പെടുകയും ഈ വ്രണം അവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഈ കല്ലിപ്പ് വെച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ബെയർ ബുട്ടായിട്ട് നടക്കുന്ന ആൾക്കാർ, ചെരുപ്പ് ഉപയോഗിക്കാൻ നടക്കുന്ന ആൾക്കാർ വളരെയധികമാണ്. ഇതിലൂടെ മുറിവ് വരികയും ഇത് പിന്നെ എല്ലിലോട്ട് ബാധിക്കുകയും അതിലാണ് നമ്മൾ ഈ കാല് മുറിച്ച് മാറ്റുന്ന അവസ്ഥയിൽ എത്തപ്പെടുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഇത് കാലിന്റെ സൈഡൊക്കെ, പാദത്തിന്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പ്രമേഹമുള്ള ആളാണോ? ഇല്ല, പ്രമേഹമല്ല. കാലിൽ പൊട്ടുന്നത് പല കാരണങ്ങൾ കൊണ്ടാകും. ചിലപ്പം സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായിട്ട്, ഡ്രൈ സ്കിന്നാണ് ഒരു പ്രധാനമായിട്ട് റീസണായിട്ട് പറയുന്നത്.
പ്രമേഹമുള്ളവരിൽ അത് വളരെ അധികം വരാറുണ്ട്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാദത്തിൻ്റെ പൊട്ടൽ, അതിന് നമുക്ക് ഫുഡ് കെയറിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. മോയ്സ്ചറൈസിങ് ക്രീം സപ്ലൈ ചെയ്യാം. നമ്മൾ കുളിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്ത് ഇത് ചെയ്യാനുള്ള ഇതുണ്ട്. അത് ആ വെടിപ്പ് കൂടാതെ സൂക്ഷിക്കുക. കൂടുകയാണെങ്കിൽ അത് ഇൻഫെക്ഷനിലോട്ട് മാറുന്നതാണ്. ഇത് ഭയങ്കര വേദനയുണ്ട്, ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അതിൽ ആ മുറിവ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വേദനയ്ക്ക് ഒരു റീസൺ ചിലപ്പോൾ അതിലൂടെ ഈ പൊടിയോ മണ്ണോ അകത്ത് കയറിയിട്ട് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ആ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ വേദനയ്ക്ക് ഒരു റീസൺ ഇൻഫെക്ഷൻ ആവാം. പിന്നെ ന്യൂറോപ്പതി ഉണ്ടോ എന്നുള്ള പരിശോധന ചെയ്ത് നോക്കുക. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ എൻ്റെ പേര് അസ്രഫ് എന്നാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. ഞാനൊരു 15 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അതെ. ഇപ്പം ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജാനുമെറ്റ് എന്ന് പറഞ്ഞൊരു ഗുളികയാണ്. ഓക്കെ. അത് 50-500. അതെ. അത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഒന്ന് കഴിക്കും. ഓക്കെ. രാവിലെ പിന്നെ ജമ്മർ 2 അതെ. ഒരെണ്ണം കഴിക്കും. രാത്രി ഗുളിക ഈ ജമ്മർ തന്നെ. അതെ. അരമണിക്കൂർ മുമ്പ്. പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് കാലുമുള്ള ചെറിയ തരിപ്പ് പോലെ ഉണ്ട് കാലിന്. അത് നമ്മൾ ആദ്യം ചെയ്യണത്, ഇത് ന്യൂറോപ്പതിയുടെ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ 15 വർഷം എന്ന് പറയുമ്പോൾ ഈ 10 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 8 വർഷത്തിന് മുകളിൽ ഡയബറ്റീസ് വരുമ്പോഴാണ് ന്യൂറോപ്പതി വരാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ, നേരത്തെ പറഞ്ഞ പോലെ HbA1c പരിശോധന നോക്കുക. അതൊരു 7% താഴെയാണെങ്കിൽ വളരെ ബ്ലഡ് ഷുഗർ കൺട്രോളാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ഇപ്പോൾ കഴിക്കുന്ന ഗുളികയുടെ ഡോസ് മാറ്റുകയോ അല്ലെങ്കിൽ അതിന് കൂടെ ഇൻസുലിൻ ആഡ് ചെയ്യുകയോ ചെയ്തിട്ട് ഷുഗർ ആദ്യം കൺട്രോൾ ചെയ്യുക. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ന്യൂറോപ്പതിക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ന്യൂറോപ്പതിക്കുള്ള മരുന്ന്, അതിന് മുമ്പ് നമ്മൾ ബയോതെസിയോമീറ്റർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പാദത്തിൻ്റെ സ്പർശനശേഷി നോക്കുന്ന ഒരു പരിശോധനയുണ്ട്. അത് നോക്കുന്നതിലൂടെ നമുക്ക് ഇത് തുടക്കമാണോ അതോ അഡ്വാൻസ് സ്റ്റേജിലോട്ട് ന്യൂറോപ്പതി പോയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അത് കണ്ടുപിടിച്ചതിന് ശേഷം ബ്ലഡ് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. പാദ സംരക്ഷണം, അതായത് ദിവസവും പാദങ്ങൾ നോക്കുക, വിരലിൻ്റെ ഇടഭാഗം നോക്കുക, വശങ്ങൾ നോക്കുക. അവിടെ എന്തെങ്കിലും നിറവ്യത്യാസമോ അല്ലെങ്കിൽ കല്ലിപ്പോയിലോ ഹാർഡായിട്ടുള്ള സ്വെല്ലിങ്സോ കറുത്ത പാർട്സോ ഉണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ സാർ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കണേ. ചോദിച്ചോളൂ. ഞാനൊരു പ്രമേഹത്തിന്റെ രോഗിയാണ്, ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതെ. അപ്പൊ അതിന് ഈ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അല്ല, പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് വളരെ നിഷിദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് വളരെ മസ്റ്റാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൾ അല്ലെങ്കിൽ ഒരുപാട് പഴുക്കാത്ത പേരയ്ക്ക ഈ നമുക്ക് കഴിക്കാം. പക്ഷേ പഴവർഗ്ഗങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നൊക്കെ കഴിക്കാം. പിന്നെ ഈ നമ്മുടെ മാമ്പഴം, പൈനാപ്പിൾ അങ്ങനെയുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള വർഗ്ഗങ്ങൾ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതാണ്. ആപ്പിൾ ഒരു നല്ല ചോയ്സ് ആയിരിക്കും, പേരയ്ക്കയും ഒരു നല്ല ചോയ്സ് ആയിരിക്കും. പക്ഷേ കഴിവതും ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്താൽ നമ്മുടെ ബ്ലഡ് ഷുഗർ അത്രത്തോളം നല്ല കൺട്രോളിൽ കിട്ടുന്നതാണ്. കേൾക്കുന്നില്ല. മൂസമ്പി അതല്ലേ പറഞ്ഞേ, മൂസമ്പി നമുക്ക് ജ്യൂസ് ആക്കിയിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഏത് ഫ്രൂട്ടും ജ്യൂസാക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോവും, നമ്മുടെ ഷുഗർ കൂടുകയും ചെയ്യും. ആപ്പിളും പേരയ്ക്കയാണ് ഐഡിയൽ ആയിട്ടുള്ള 2 ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ, ഇത് തൊടുപുഴയിൽ നിന്ന് ശിവദാസനാണ് വിളിക്കുന്നത്. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, എനിക്ക് 17 വർഷമായിട്ട് പ്രമേഹമുണ്ട്. അതെ. ഒരു 10 വർഷമായിട്ട് പ്രഷർ, കൊളസ്ട്രോള്. അതെ. പിന്നെ അതിനിപ്പം ഒരു 10 കൊല്ലമായിട്ട് ഇൻസുലിന് രാവിലെ 35 വൈകിട്ട് 25 എടുക്കുന്നു. പിന്നെ മെറ്റ്ഫോർമിൻ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതെ. ഇപ്പം ഈ പുതിയൊരു ഗുളിക ഡോക്ടർ മാറി കുടിക്കായിരുന്നു, ജാനുമേറ്റ്. ഓക്കെ. അത് രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കുന്നു, 500 മില്ലിഗ്രാം. ഇപ്പൊ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട്, എന്താ ഉള്ളത്? ഇപ്പോ ബുദ്ധിമുട്ട് എന്റെ ഇപ്പം കാലിൽ രണ്ടും കളർ മാറിയിരിക്കുന്നു. കാൽപാദത്തില് കറുത്ത നിറമാണല്ലേ? കറുത്ത നിറം. പുകവലിക്കുന്ന ആളാണോ? അല്ല. ഇല്ല. പുകവലിച്ചിരുന്നോ? മുന്നേ പുകവലിച്ചിരുന്നോ? ഇല്ല, വലിച്ചിരുന്നില്ല. ശരി, ഓക്കെ. കാലിന്റെ 2 കാലിലും മരപ്പുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടേ ഇപ്പൊ ഇടയ്ക്ക് കാലിന്റെ മേൽവശത്തോട്ട് ചൊറിച്ചിൽ വരുന്നുണ്ട്. ന്യൂറോപ്പതി തന്നെയാണ്. അതായത് 15 വർഷം നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ കൺട്രോൾ ആണെന്ന് നോക്കുക. 3 മാസത്തെ പരിശോധന, ന്യൂറോപ്പതിയുടെ ടെസ്റ്റ് ചെയ്യുക.
എന്നിട്ട് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് എത്രത്തോളം പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതാണ് നമുക്ക് ഏറ്റവും ഇത്. അല്ലെങ്കിൽ ഈ പാദത്തിലുണ്ടായിരിക്കുന്ന ഈ ഇപ്പോഴത്തുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് ഗാംഗ്രീൻ എന്നുള്ള അവസ്ഥയിലോട്ട് പോവുകയും ചിലപ്പം ആദ്യം ഒരു വിരലിനായിരിക്കാൻ ബാധിക്കുന്ന അത് നഷ്ടപ്പെടും, പിന്നെ പാദങ്ങളിലോട്ടും അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ന്യൂറോപ്പതി ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് പ്രമേഹം കൺട്രോൾ ചെയ്യുക, ന്യൂറോപ്പതിക്കുള്ള മരുന്നുകൾ കഴിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് പ്രഷറും കൊളസ്ട്രോളും ഉണ്ടെന്ന് പറഞ്ഞു, അതിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക. BP കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുകയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ പാദ സംരക്ഷണത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഡോക്ടർ പറയുണ്ടായി ഈ 15 വർഷമായിട്ട് പ്രമേഹം ഇങ്ങനെ ഉണ്ടെങ്കിൽ ന്യൂറോപ്പതി എന്നുള്ളത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രമേഹം വരുമ്പോൾ ഓരോ കാര്യങ്ങളും, അതായത് റെറ്റിനോപ്പതി ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് ചെക്ക് ചെയ്യണം, സ്ക്രീനിങ് പ്രോസസ്സ് പറയുന്നുണ്ട്. പാദങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പ്രമേഹ രോഗി പ്രമേഹം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം? ഈ നമ്മൾ 15 വർഷം എന്നല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ നമ്മൾ ഡ്യൂറേഷൻ കൂടുമ്പോൾ 10 വർഷം, പക്ഷേ ചില രോഗികളിൽ ന്യൂറോപ്പതി 5-ാമത്തെ വർഷം തൊട്ട് തന്നെ കാണുന്നതായിട്ട്, അത് ഈ നമ്മൾ പറഞ്ഞില്ലേ ഡയഗ്നോസ് ചെയ്ത് ഇവർ ചികിത്സയിൽ തുടങ്ങുന്നുള്ള ആ കാലതാമസമാണ്. അപ്പം നമ്മൾ എപ്പോഴും ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പം എല്ലാ ഗൈഡ് ലൈൻസും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ HbA1c നോക്കുക, അതിൻ്റെ കൂടെ യൂറിനിലെ മൈക്രോ ആൽബുമിൻ. അപ്പോൾ ആ പരിശോധന നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ മൈക്രോ ആൻജിയോപ്പതിക്ക് ചെറിയ രക്തക്കുഴലിനെ ബാധിക്കുന്ന ഡാമേജസ് ആൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെ ലെവൽ വെച്ചിട്ട് നമ്മൾ ന്യൂറോപ്പതി ടെസ്റ്റ് ഒരു സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ 3 വർഷത്തിൽ നോക്കാം. ഇപ്പം ഹൈ റിസ്ക് അല്ലാത്ത ആൾക്കാരിൽ, ഇപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരിലാണെന്ന് നമ്മൾ എല്ലാ വർഷത്തിൽ ഒരിക്കലെങ്കിലും റെറ്റിനയും ഫുഡ് എക്സാമിനേഷനും നമ്മളൊരു ക്വാളിഫൈഡ് ഡോക്ടറെ കൊണ്ട്, ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനെ എൻഡോക്രൈനോളജിസ്റ്റിനെ കൊണ്ട് നമ്മൾ നോക്കിയിരിക്കണമെന്നാണ് പറയുന്നത്, ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്, ചോദിച്ചോളൂ എന്താണ് സംശയം. ചോദിച്ചോളൂ. എനിക്ക് 202 ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പ്രമേഹത്തിന്റെ. ഓക്കെ, എത്ര വയസ്സായി? 57. എത്ര വർഷമായിട്ട് പ്രമേഹമുണ്ട്? ഒരു 3-4 വർഷമായിട്ടുള്ള കണ്ടുപിടിച്ചിട്ട്. മരുന്ന് ആയുർവേദ കഴിക്കണം, പൊടി. എന്താ അറിയണ്ടേ? പിന്നെ ഈ കാലിന്റെ പാദത്തിനൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ട് ഇടക്കിടക്ക്. അല്ല, അത് ന്യൂറോപ്പതിയുടെ തുടക്കമാണ്. ഷുഗർ കൺട്രോൾ ആണെന്ന് നമ്മൾ HbA1c എന്ന് പറയുന്ന പരിശോധന കൂടി നോക്കുക. അതിൽ 7% താഴെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഷുഗർ കൺട്രോൾ എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇന്ന് നോക്കുന്ന ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ PPBS വെച്ചിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. HbA1c നോക്കുക, അത് 7% താഴെയാണെങ്കിൽ കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ ഷുഗർ കൺട്രോൾ എന്നാണ് അർത്ഥം. ഈ പാദങ്ങളിൽ മരവിപ്പും വേദനയും വരുന്ന ന്യൂറോപ്പതിയുടെ ലക്ഷണമാണ്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ന്യൂറോപ്പതിക്ക് വേണ്ട മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇപ്പം പാദങ്ങളുടെ ഡോക്ടർ പറഞ്ഞൊരു കുരു പോലെ വരും, പൊട്ടും. അപ്പോൾ സാധാരണ പ്രമേഹ രോഗികളിൽ പല തരത്തിലാണ് കാണുന്നത്. ചിലർക്ക് ഇങ്ങനെ മുറിവുകൾ ഉണ്ടായാൽ ഉണങ്ങാൻ ഒരുപാട് വൈകും, ചിലർക്ക് വെറുതെ ഇങ്ങനെ പൊട്ടിയിട്ട് കുരുക്കൾ വരികയും അത് ഉണങ്ങാൻ വൈകുന്നതും കാണാം. എന്നാൽ ചിലർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ, അതായത് കുരു വന്ന് സാധാരണയായിട്ട് വന്ന് അത് ഉണങ്ങാൻ പ്രയാസമുള്ളവരിൽ കാലിൻ്റെ സംരക്ഷണം കൂടുതൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എല്ലാ പ്രമേഹ രോഗികളും പാദത്തിന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹൈ റിസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു 5 മുതൽ 8 വർഷത്തിന് മുകളിൽ ഡയബറ്റീസ് ഉള്ളവർ, കൂടത്തിൽ പ്രഷർ ഉള്ളവർ, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം ഉള്ളവർ, ഇവരെല്ലാം കുറച്ചുകൂടെ കൂടുതൽ. പിന്നെ റെറ്റിനോപ്പതിയോ അല്ലെങ്കിൽ കിഡ്നിയെ ബാധിച്ചിട്ടുള്ളവർ, ഈ പലപ്പോഴും നമ്മൾ വൃക്കകൾക്കും കിഡ്നിക്കും എല്ലാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ഡയാലിസിസ് സെൻറ്റേഴ്സ് ഉണ്ട്, കാർഡിയോളജി, പക്ഷേ ഫുഡ് കെയറിന് സെൻറ്റേഴ്സ് വളരെയധികം കുറവാണ്. അപ്പം ഈ കിഡ്നിയുടെ ഒരു ഡാമേജ് ഉള്ള ഒരാൾക്ക് ഒരു കാലിലൊരു മുറിവ് വരികയാണെങ്കിൽ ഈ മുറിവായിരിക്കും ആക്ച്വലി ക്രിയാറ്റിൻ കൂടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. നമ്മൾ ക്രിയാറ്റിൻ കൂടുന്നു എന്ന് പറയുന്നത് നമ്മൾ വളരെ വിഷമിക്കുമെങ്കിലും ഈ കാലിലെ മുറിവ് നമ്മൾ ട്രീറ്റ് ചെയ്തിടത്തോളം കാലം ആ കിഡ്നിയുടെ ഫങ്ഷൻസ് അത് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ ആദ്യകാലം മുതൽ തന്നെ എന്നും നമുക്ക് സിമ്പിൾ വീട്ടിൽ വെച്ചിട്ട് ഒരു കയ്യിൽ പിടിക്കുന്ന ഒരു മിറർ ഉണ്ടെങ്കിൽ രോഗിക്ക് തന്നെ, ഇപ്പോൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ സഹായം എടുക്കുക. എന്നും കിടക്കുന്നതിന് മുമ്പ് പാദത്തിൻ്റെ അടിവശങ്ങൾ നോക്കുക, വശങ്ങളിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ ക്രാക്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. എല്ലാ വിരലുകളുടെ ഇടഭാഗം നോക്കുക. ഫംഗസ് ഇൻഫെക്ഷൻ എപ്പോഴും നമ്മുടെ വിരലിൻ്റെ ഇടഭാഗത്താണ്, കാലിലെ വിരലിൻ്റെ ഇടഭാഗത്താണ് വരുന്നത്. ഈ ഫംഗസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആംബുട്ടേഷൻ ഒരു റീസൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നെയിൽ ചേഞ്ചസ്, നമ്മുടെ നഖങ്ങളിൽ വരുന്ന കാലിലെ നഖങ്ങളിൽ വരുന്ന ചേഞ്ചസ്. പിന്നെ കഴിവതും പ്രമേഹ രോഗികൾ ഈ ബ്ലേഡ് അല്ലെങ്കിൽ കത്തിയെല്ലാം ഉപയോഗിച്ച് നെയിൽ കട്ട് ചെയ്യാതിരിക്കുക. ഒന്നുകിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കട്ട് ചെയ്യുക,
അല്ലെങ്കിൽ നെയിൽ കട്ടർ വെച്ച്. അത് നെയിൽ കട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മൾ സാധാരണ അല്ലാതെ ഒരു ആൾ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്താൽ ആ നെയിൽ കട്ട് ചെയ്യുന്ന ഇത് മതി നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരാൻ. പിന്നെ സ്പർശനശേഷി കുറവുള്ളതുകൊണ്ട് നമ്മൾ പുതിയ ചെരുപ്പ് മാറ്റുമ്പോൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. വൈകുന്നേരങ്ങളിൽ പോയിട്ട് നമ്മൾ അളവ് കൊടുത്തിട്ട് എടുക്കാവൂ, രാവിലെ എടുക്കരുത്. പ്രമേഹ രോഗികളിൽ ഒരു വികാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഫുട്ടിൻ്റെ ബോണിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ആർച്ച് എന്നാണ് പറയുന്നത്. ഈ ആർച്ചിനും ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു വ്യത്യാസം നമുക്ക് ഡയബറ്റീസ് മൂലം വരാം. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ. നമസ്കാരം. പ്രഭാകരൻ നായർ. എന്റെ പേര് പ്രഭാകരൻ നായരാണ്. ഞാൻ ബാലതാപനത്തിൽ നിന്ന് വിളിക്കുകയാണ്. പറയൂ ഡോക്ടർ, ഞാൻ പ്രമേഹ രോഗിയാണ്. ഒരു 15 വർഷമായി എനിക്ക് പ്രമേഹം തുടങ്ങിയിട്ട്. പറയൂ. അതുകൊണ്ട് BP 1986 BP തുടങ്ങി. അതിന്റെ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പൊ ഞാൻ ഡോക്ടറെ ഇപ്പൊ നടക്കാൻ പോയ കുറച്ച് ദിവസം മുമ്പ് നടക്കാൻ പോയി ഈ ചെരുപ്പിട്ട് നടന്നു. അപ്പൊ ആ ചെരുപ്പിട്ട് നടന്ന അവിടെ കാറ്റ് പാദത്തിന്റെ സൈഡ് ഇങ്ങനെ ഒന്ന് രണ്ടിടത്ത് അവിടെ മേടിച്ചിരിക്കുന്നത് ഒരു കറുത്ത പാടും വലത് പാദത്തിന് ഉള്ളില്. അതെ, എപ്പോഴും പറഞ്ഞോളൂ. അപ്പോ 2-3 മാസമായി ഇപ്പോഴാണ് പാട് ഒരുപാട് മാഞ്ഞു വരുന്നു. ചെറിയ വെടുപ്പുണ്ട്, ചെറിയൊരു അഴലക്കം വരും ഇടയ്ക്ക്. അല്ല, അത് ഈ ന്യൂറോപ്പതിയുടെ ലക്ഷണമാണ്. നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ചെരുപ്പ് ഡയബറ്റീസ് രോഗി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണയുള്ള വി ഷേപ്പിലുള്ള ഹവായി ചെപ്പൽസ് ഉപയോഗിക്കാതിരിക്കുക. ഒരു ഫ്രണ്ടിൽ ഒരു സ്ട്രാപ്പും നമ്മുടെ ആംഗിൾ ജോയിൻറ്റിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്ട്രാപ്പുള്ള MCR എന്ന് പറയുന്ന മെറ്റീരിയലുള്ള പ്രമേഹ രോഗികൾക്കുള്ള പ്രത്യേകതരം ചെരുപ്പ്. അത് നമുക്ക് എല്ലാ കടകളിലും നമ്മൾ MCR മെറ്റീരിയൽ വെച്ചിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പിടുക. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ചെരുപ്പുകൾ നമുക്ക് അനുയോജ്യമല്ല. പിന്നെ നമ്മൾ ഡയബറ്റീസ് രോഗി നടക്കാൻ പോകുമ്പോൾ നല്ലതൊരു സ്പോർട്സ് ഷൂസ്, നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്നതിനേക്കാളും ഒരു സ്പോർട്സ് ഷൂസ് അത് കറക്റ്റ് അളവിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരത്ത് പോയിട്ട് അളവ് കൊടുത്ത് ആ സമയത്ത് കാലിന് വികാസം വരും, അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സൈസുള്ള സ്പോർട്സ് ഷൂസ് എടുത്ത് അതിട്ട് നടക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ കഴിവതും ചെരുപ്പും ഷൂസും ഇടുന്നതിന് മുമ്പ് ഒരു കോട്ടൺ സോക്സ് കൂടെ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. പ്രമേഹ രോഗികളിലെ പാദ സംരക്ഷണത്തെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് അജിത് കുമാർ. ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഞാൻ ഒരു പാദ സംരക്ഷണ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അങ്ങനെ ഒരു ചെരുപ്പിന് എഴുതി തന്നു. അത് ചെരുപ്പ് ഇവിടെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്ന് വാങ്ങി 5000 രൂപയാണ് അതിന്റെ വില. പിന്നെ ടൈപ്പ് 2 ആണ് ഇത്. ടൈപ്പ് 2 ആണ്. ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുകയാണ് 2 നേരം. രാവിലെ 32ഉം വൈകുന്നേരം 22ഉം എടുക്കുക. 22 എന്ന് പറഞ്ഞാൽ ചിലപ്പോ 15 എടുക്കും. ഇപ്പൊ ബുദ്ധിമുട്ട് എന്താണ് താങ്കൾക്ക്? ബുദ്ധിമുട്ട് ഷുഗർ കുറയുന്നില്ല. കഴിഞ്ഞ ഇന്ന് ഒരാഴ്ചയായി നോക്കിയപ്പോ 271. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇൻസുലിൻ്റെ ടൈപ്പ് ഓഫ് ഇൻസുലിൻ മാറ്റുക. ഇൻസുലിൻ നമുക്കിപ്പോൾ 2 നേരം എടുക്കുന്ന ഇൻസുലിന് കൺട്രോൾ ആകുന്നില്ലെങ്കിൽ നമുക്ക് അതിന് 3 നേരം എടുക്കുന്ന ഇൻസുലിൻ ഉണ്ട്. അല്ലെങ്കിൽ 3 നേരം നമ്മൾ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത് അത് എടുത്തിട്ട് രാത്രി നമുക്ക് ഒരു ലോങ് ആയിട്ട് അത് 24 മണിക്കൂർ ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇൻസുലിൻ എടുക്കാം. അല്ലെങ്കിൽ ഒരു ഗുളിക നമുക്ക് അതിൽ നിങ്ങളുടെ ഇതിലോട്ട് കൂട്ടിച്ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കുന്ന ഗുളികയിൽ കൺട്രോൾ ആകുന്നില്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ഡോസ് നമുക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ പുതിയൊരു ഗുളിക അതിലോട്ട് ആഡ് ചെയ്യുകയോ ചെയ്ത് കൺട്രോൾ ചെയ്യാം. പിന്നെ പറ്റുമെങ്കിൽ ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഏത് സമയത്താണ് കൂടുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇൻസുലിൻ്റെ ഡോസ് ഷെഡ്യൂൾ ചെയ്യുക. ഡോക്ടർ, ഇപ്പം ഈ പാദ സംരക്ഷണത്തിന് പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വൺസ് ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, ഏതെല്ലാം ചികിത്സകളാണ് ഇന്ന് നിലവിലുള്ളത്? അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ പാദത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കളർ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, അതൊരു ചുമന്ന കളറോ അല്ലെങ്കിൽ കറുപ്പോ തടിപ്പോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആൻറ്റിബയോട്ടിക്സ് ആവശ്യകതയുണ്ടെങ്കിൽ കഴിക്കാവൂ. നമ്മുടെ സമൂഹത്തിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ മിസ്യൂസാണ് ഡയബറ്റിക് ഫുഡ് ഇൻഫെക്ഷൻസ് കൂടുതലാകുന്നതിൻ്റെ അല്ലെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ. അപ്പോൾ കറക്റ്റ് ഡോസ് കറക്റ്റ് ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ എത്ര ദിവസം കഴിക്കണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ കഴിക്കാവൂ. 2, നേരത്തെ പറഞ്ഞ പോലെ പുകവലി, ഡയബറ്റീസ് ഉള്ളവർ പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കാല് മുറിച്ചു മാറ്റപ്പെടേണ്ട രോഗികളിൽ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാരണം പുകവലി തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പം പുകവലി നിശേഷം ഉപേക്ഷിക്കുക. അതുപോലെ പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അവസ്ഥകൾ നമ്മൾ കൺട്രോൾ ചെയ്യുക. പീരിയോഡിക്കലായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ഫുഡ് നോക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ള പുതിയ നൂതനമായ ചികിത്സാ രീതികളൊക്കെ അവൈലബിൾ ആണ്. ഏറ്റവും ഒരു പ്രമേഹ രോഗിക്ക് ഒരു കാലിലൊരു മുറിവ് വന്നാൽ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ലോഡിങ്, അതായത് നടക്കാതിരിക്കുക.
അല്ലെങ്കിൽ പ്രത്യേകതരം ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും അത് കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സിനും ഒക്കെ റോള് വരുന്നുള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ പാലായിന്നാ വിളിക്കുന്നേ. എനിക്ക് 4 കൊല്ലമായി ഷുഗറുണ്ട്. അതെ. ഒരു ഓപ്പറേഷൻ യൂട്രസിന് ചെയ്തതിന് ശേഷമാണ് കണ്ടത്. അത് കഴിഞ്ഞ് മരുന്ന് ഇപ്പം 3 നേരമുണ്ട്. ഗ്ലൈക്കോമേറ്റ് GP2 കാലത്തും വൈകുന്നേരം കഴിക്കുന്നു. ഉച്ചയ്ക്ക് ഒലീവോ 0.3 ഉച്ചയ്ക്കും കഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കാലിന് ഭയങ്കര, എനിക്ക് നടക്കാൻ പറ്റണില്ല. കാലിന് അസ്ഥിക്ക് ഭയങ്കര വേദനയാണോ? വേദനയല്ല, ഇച്ചിരി കുറച്ചൊക്കെ നടക്കുമ്പം കയറ്റമൊന്നും കയറാൻ പറ്റണില്ല. കേതപ്പാണോ പാദത്തിന് വേദനയാണോ വരുന്നത് കയറ്റം കയറുമ്പോൾ? അസ്ഥിക്ക് കഴപ്പും വേദനയും എല്ലാം കൂടെ ഇങ്ങോട്ട് വരുവാ. എവിടെയെങ്കിലും കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പം നമ്മുടെ ഈ എളിക്ക് ഇങ്ങനെ അസ്ഥിക്കല്ല ഇങ്ങനെ ഒരു കഴപ്പും വേദനയെല്ലാം പോലെ വരുന്നു. ഈ രാത്രി കിടക്കാൻ പറ്റണില്ല. ഭയങ്കരമായിട്ട് ഈ കാലിൽ മൊത്തം വലിച്ചു കൂട്ടുക. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കോച്ചു വലിക്കുക. ന്യൂറോപ്പതിയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കാരണമായിട്ട് വരുന്നത്. നമുക്ക് പ്രീഗാബാലിൻ പോലുള്ള അല്ലെങ്കിൽ ഗാബാപെന്റിൻ പോലുള്ള മരുന്നുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ചെയ്തതിന് മാത്രം അതിൻ്റെ ഡോസ് ഷെഡ്യൂൾ ചെയ്ത് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു കാരണം, ഇപ്പം യൂട്രസ് എടുത്ത് എന്ന് പറഞ്ഞു, അത് കാരണം ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസം മൂലം നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള ഒരു അവസ്ഥയാണോ ഈ വേദനയ്ക്ക് കാരണമെന്നും ഒരു ഫിസിഷ്യനെയോ ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തീരുമാനിക്കുക. 2 കാരണങ്ങളാവാം. ഓസ്റ്റിയോപോറോസിസ് കൊണ്ടും ആകാം, അതുപോലെ തന്നെ ഈ ന്യൂറോപ്പതി കൊണ്ടും ആവാം. ഡോക്ടർ, നമുക്ക് ഈ പാദ സംരക്ഷണത്തിനുള്ള ഏറ്റവും നൂതനമായ മാർഗത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഡയബറ്റിക് ഫുഡ് ഇൻഫെക്ഷൻ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ഈ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി, പിന്നെ ഹൈപ്പർബാരിക് ഓക്സിജൻ. ഇപ്പം നമ്മൾ ഹൈപ്പർബാരിക് ഓക്സിജൻ നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമ്മളിപ്പം ചിലപ്പം വിരലുകൾ മുറിച്ചു മാറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗാംഗ്രീൻ അവസ്ഥയിൽ വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് പേഷ്യൻസിന് വിട്ടു തരുന്നത്. ഇതൊരു പ്രത്യേകതരം ഒരു ചേമ്പറിൽ നമ്മളൊരു രോഗിയെ 100% ഓക്സിജൻ നൽകി. പ്രമേഹ രോഗികളിൽ പൊതുവേ ഈ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്നതും ഒരു കാരണമാണ്. അതുകൊണ്ടാണ് ഈ മുറിവ് ഉണങ്ങാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഓക്സിജൻ എത്തിപ്പെടത്തില്ല. ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് കോശങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ ഈ 100% 100% ഓക്സിജൻ പ്രത്യേകതരം ഒരു ചേമ്പറിൽ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ നൽകുമ്പോൾ ഈ ഓക്സിജൻ്റെ കുറവ് നമ്മളെ പ്ലാസ്മയിൽ ഓക്സിജൻ അലിഞ്ഞ് ചേരുന്നത് മൂലം നമ്മുടെ കോശങ്ങളിൽ എത്തുകയും അതിലൂടെ കോശങ്ങളുടെ സെല്ലുകളുടെ പ്രവർത്തനത്തിന് ഇത് ത്വരിതപ്പെടുത്തുന്നു. ഇതുമൂലം നമ്മുടെ ബാക്ടീരിയ നശിപ്പിക്കുന്ന ഫങ്ഷൻസ് കൂടുകയും പുതിയ കോശങ്ങൾ അവിടെ വരികയും പുതിയ രക്തക്കൊള്ളുകൾ രൂപാന്തരപ്പെടുകയായിട്ടാണ് കണ്ടുവരുന്നത്. ഡോക്ടർ, വളരെയധികം നന്ദി. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.